ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ എല്ലാവരും ബന്ധുക്കളാ, പക്ഷേ ഞാൻ ബന്ധുവല്ല. അതുകൊണ്ട് അംബികയുടെ ജീവൻ അവസാനിപ്പിക്കേണ്ടത് എന്റെ കൈകൊണ്ടായിരിക്കണം. അന്ന് അവള് പ്രതാപന്റെ മനസ്സിലേക്ക് കോരിയിട്ട കനല അത് ആളിക്കത്തി പിന്നീട് കാട്ടുതീയായി. എന്റെയും ഈ ജഗന്നാഥേട്ടന്റെയും ജീവിതം അവള് തകർത്ത് കളഞ്ഞു. എന്റെ മഹാദേവ് വർമ്മ സാറിന്റെ മകളാ പത്മ. എന്നേക്കാൾ എത്രയോ ഇളയത്. ഞാൻ എന്റെ കൊച്ചുപെങ്ങളായോ മകളായോ കരുതേണ്ട ഈ കുട്ടിയെ ചേർത്താണ് ആ മഹാബാബി അപവാദ കഥകൾ ഉണ്ടാക്കിയത്. ഈ അംബിക വല്ല സൈക്കോപാത്താണോ? അവൾ ഫുൾ നെഗറ്റീവാ, ചെകുത്താന്റെ പ്രതിരൂപം. അവൾക്ക് ഭർത്താവും കുടുംബജീവിതം ഒന്നും അല്ല വേണ്ടത്, പണമുണ്ടാക്കുക, പക തോന്നുന്നവരോട് പ്രതികാരം തീർക്കുക. അംബിക പണ്ട് മുതലേ ദുഷ്ടയായിരുന്നു. വർമ്മസാറിന്റെ ചേച്ചി എന്ന പരിഗണന വെച്ച അവളെ മഹാദേവ വർമ്മ സാറ് സൂര്യമംഗലത്ത് നിർത്തിയത് തന്നെ. സാറ് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേണു അംബികയെ സൂക്ഷിക്കണമെന്ന്, അവളൊരു അണലിപ്പാമ്പാണെന്ന്. ഋതുമോളെ, എന്താങ്ങളെ? മോളുടെ അമ്മ പത്മ അഗ്നി പോലെ പരിശുദ്ധിയുള്ളവളാണ്. പത്മയെ മോൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇല്ലങ്ങളെ, ഒരിക്കലും ഇല്ല. പ്രതാപൻ മോളെ ഇറക്കി വിട്ടപ്പോ പത്മ മോളെ കൊണ്ടുപോകാതിരുന്നത് മനഃപൂർവ്വമല്ല. പുറകെ വന്ന അംബിക മോളെ കൊന്നുകളയുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാ. സൂര്യമംഗലത്തെ കോടാനുകോടികളായ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലായിരുന്നു. ഞാനില്ലെങ്കില് അത് മോളുടെ പേരിൽ വരും. അവള് മോളെ ഒന്നും ചെയ്യാതിരുന്നത് വേറെ ലക്ഷ്യം വെച്ച. ക്രിമിനലായ ഒരു മകനുണ്ടല്ലോ, അവനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിച്ച് ആ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാന്ന് അവള് കരുതി. അവളുടെ ആ സ്വപ്നം നടന്നില്ല. കാരണം ദൈവദൂതനായി മോളുടെ ജീവിതത്തിലേക്ക് രാജു വന്നു. രാജു വന്നതോടെ അവളുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവാതായി. എത്രയോ കൊല്ലം ഞാനും പത്മയും അംബികയുടെ തടവറയിലായിരുന്നറിയാമോ? ആയുസിന്റെ ബലം കൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇത്രയും ക്രൂരതകൾ ചെയ്ത ആ സ്ത്രീയെ നമ്മള് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മോനെ, മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പാണ്ഡവരിൽ ഏറ്റവും ഇളയവനായ സഹദേവൻ തന്റെ ചേട്ടന്മാരോട് ഒരപേക്ഷ നടത്തി. ആ ശകുനിയെ എനിക്കങ്ങ് തന്നേക്കണമെന്ന്. 18 ദിവസത്തെ യുദ്ധത്തിന്റെ 7-ാം ദിവസം സഹദേവൻ ശകുനിയെ കൊന്നു. നിങ്ങൾ എല്ലാവരും ബന്ധുക്കളാ, പക്ഷേ ഞാൻ ബന്ധുവല്ല. അതുകൊണ്ട് അംബികയുടെ ജീവൻ അവസാനിപ്പിക്കേണ്ടത് എന്റെ കൈകൊണ്ടായിരിക്കണം. മാഡം എന്തിനാ എനിക്കറിയണേ? മകളെ കിട്ടിയില്ലേ? മകളെ മാത്രമല്ലല്ലോ, സ്നേഹനിധിയായ ഒരു മകനെ എനിക്ക് കിട്ടി. ഒരു സത്യം പറയാലോ, രാജുവിനെ കൊണ്ട് ഋതുമോളെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. ഇനി ഒരു കാര്യം കൂടി നടക്കണം, അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. പ്രതാപ് സാറിന്റെ തെറ്റിദ്ധാരണകൾ മാറി പത്മാവതി മാഡവും സാറും ഒന്നാകണം. അതച്ഛൻ പേടിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേക്ക്. അങ്ങനെ ആ മഴക്കാറ് മാറി, മാനവും തെളിഞ്ഞു.
മോളെ, ഒരു കാര്യം ശരിയാ, ഒത്തിരി കരഞ്ഞാല് ശരിക്കും ഒന്ന് ചിരിക്കാൻ പറ്റും. അമ്മേ, എന്താ മോനെ? ആ അച്ഛൻ ഈ വീടിന്റെ പുറത്തിറങ്ങി നിൽക്ക. ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനും പിന്നെ ഓട്ടോറിക്ഷ പിടിക്കാനും. ഇവിടെ എങ്ങും അവളുടെ കണ്ണെത്തില്ല. അതൊന്നും പറയാൻ പറ്റില്ലമ്മേ. അവരുടെ പകയും പ്രതികാരമൊക്കെ മരണം വരെ നീളുന്ന. ആ ദീപക്കാണെങ്കി അംബികയുടെ ചാവേറ. അവന് മറ്റൊരു തൊഴിലും ഇല്ലല്ലോ. അവന്റെ കണ്ണെപ്പോഴും അമ്മയുടെയും ജഗൻ അങ്കിളിന്റെയും പിന്നാലെയാ. അതുകൊണ്ട് അങ്കിൾ ഇതുവരെ താമസിച്ച വീട്ടില് അങ്കിൾ ഇനി താമസിക്കണ്ട. കുറച്ചുകൂടി സേഫായ ഒരു സ്ഥലം അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെവിടെയാ മോനെ? അത് കുറച്ച് ദൂരെയാ. തങ്കമല എന്ന് പറയും. ഞാൻ അവരെ യാത്രയാക്കിട്ട് വരാം. എന്താ മോളെ? കുട്ടിക്കാലത്ത് എന്റെ അമ്മ ആരാ, അമ്മയൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി മോഹിച്ചു. പിന്നെ അമ്മയെ കാണാതെ വന്നപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോ അമ്മ എന്നെയും അച്ഛനെ ഉപേക്ഷിച്ചു പോയെന്ന് അംബിക അമ്മായി പറഞ്ഞറിഞ്ഞു. ആ കാലം മുതൽ എനിക്ക് അമ്മയോട് ദേഷ്യമായി. അമ്മയെ വെറുത്തുകൊണ്ട് ഞാൻ അച്ഛനെ ഒത്തിരി സ്നേഹിച്ചു. അച്ഛനെന്നെ തിരിച്ച് സ്നേഹിക്കുന്നതായിട്ട് എനിക്കൊരിക്കലും തോന്നിയില്ല. അച്ഛന്റെ സ്നേഹം മനസ്സിലുണ്ടായിരിക്കണം.